ജാനകിയുടെയും അബിയുടെയും വീട് ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അവസാനഘട്ട പരിശോധനകൾക്ക് വേണ്ടി രാധാമണിയെയും പൊന്നുവിനെയും ഒരു മുറിയിലേക്ക് കയറ്റിയിരിക്കുകയാണ്. അതിനുശേഷം തൊട്ടപ്പുറത്തുള്ള മുറിയിൽ കൂടി TV സ്ക്രീനിൽ ഡോക്ടറും അബിയും ജാനകിയും സൂക്ഷ്മമായി അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡോക്ടർ നേരത്തെ പൊന്നുവിന് കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് പൊന്നു രാധാമണിയുമായി സംസാരിച്ചു തുടങ്ങുകയാണ്. പൊന്നു ഇങ്ങനെയാണ് പറയുന്നത്: അമ്മാമ്മ മിണ്ടാത്തത് കൊണ്ട് പൊന്നു പോവുകയാണ്. ഇനി ഒരിക്കലും പൊന്നു അമ്മമ്മയെ കാണാൻ തിരികെ വരില്ല. അമ്മാമ്മ മോളെ എന്ന് വിളിച്ചാൽ പൊന്നു നിൽക്കാം, ഇല്ലെങ്കിൽ പൊന്നു പോവേ. പൊന്നു പോയാൽ പിന്നെ തിരിച്ചു വരില്ല. ഒന്ന് മോളെ എന്ന് വിളിക്കാം അമ്മേ, ഇല്ലെങ്കിൽ പൊന്നു പോവേ. പക്ഷേ പൊന്നുവിൻ്റെ ഈ സംസാരങ്ങൾക്കൊന്നും രാധാമണി യാതൊരു പ്രതികരണവുമില്ലാതെ ഇരിക്കുകയാണ്. പൊന്നുവിൻ്റെ ചെവിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇയർപോഡ് വഴി ഡോക്ടർ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പൊന്നുവിന് കേൾക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്: പൊന്നു, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പൊന്നു പേടിക്കരുത്. ഇതൊക്കെ ഡോക്ടർ ആൻറ്റി ചെയ്യുന്ന ഒരു കുസൃതിയായിട്ട് മാത്രം കരുതിയാൽ മതി. പൊന്നു പേടി അഭിനയിക്കണം. ഓക്കെ ആണോ? ആ ശരി ഡോക്ടർ ആൻറ്റി. എങ്കിൽ പൊന്നു അമ്മമ്മയുടെ അരികിലേക്ക് ചെല്ല്, അടുത്ത് ചെന്നിരിക്കെ. ഇത് കേട്ടുകൊണ്ട് വീണ്ടും പൊന്നു രാധാമണിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് പറയുകയാണ്: അമ്മമ്മയ്ക്ക് ആരെയും ഇഷ്ടമല്ല അല്ലേ? പെട്ടെന്ന് ആ മുറിയിലെ ലൈറ്റ് പോകുന്നു. തുടർന്ന് ചുമലയും നീലയുമായിട്ടുള്ള വെളിച്ചങ്ങൾ മിന്നി മിന്നി വരുന്നു. ഇരുട്ട് വീണ്ടും വീഴുന്നു. ഇത് കാണുമ്പോഴേക്കും പൊന്നു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉറക്ക വിളിക്കുകയാണ്: അയ്യോ അമ്മമ്മേ, എനിക്ക് പേടിയാകുന്നു. വാ അമ്മമ്മേ, നമുക്ക് പുറത്തു പോകാം അമ്മമ്മേ. പൊന്നുവിന് പേടിയാണ് അമ്മമ്മേ. തുടർന്ന് രാധാമണിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പൊന്നു പലയാവർത്തി നിലവിളിക്കുന്നുണ്ട്. പക്ഷേ രാധാമണി അതിലും യാതൊരു ശ്രദ്ധയുമില്ലാതെ ലവലേശം പ്രതികരിക്കാതെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് വല്ലാത്തൊരു സങ്കടത്തോടു കൂടി ജാനകി പറയുന്നുണ്ട്: ഇത്രയുമൊക്കെ വന്നിട്ടും അമ്മ ഒരക്ഷരം പോലും മിണ്ടുന്നില്ലല്ലോ ഡോക്ടർ. ഇതിൽ കൂടുതൽ എൻ്റെ മോൾ എന്തു ചെയ്യാനാ? അപ്പോൾ ഡോക്ടർ പൊന്നുവിനോട് പറയുന്നുണ്ട്: മോള് റൂമിൽ നിന്ന് പുറത്തു വന്നോളൂ, അമ്മമ്മ അവിടെ ഇരിക്കട്ടെ. ഇത് കേട്ടുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പൊന്നു. തുടർന്ന് കാണുന്നത് അവിടേക്ക് മേരിയമ്മ തമ്പിയുടെ ഫോട്ടോയുമായിട്ട് എത്തുന്ന കാഴ്ചയാണ്. ഈ ഫോട്ടോ കാണുമ്പോൾ രാധാമണിയിൽ തീർച്ചയായിട്ടും പ്രകടമായ മാറ്റങ്ങൾ സംഭവിക്കും, പൊട്ടിത്തെറി ഉണ്ടാകും. ഈ പ്രതീക്ഷയിൽ വളരെ ആകാംക്ഷയോടുകൂടി അബിയും ജാനകിയും ഡോക്ടറും കൂടി ആ TV സ്ക്രീനിലേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. തുടർന്ന് വളരെ ശാന്തമായി മേരിയമ്മ രാധാമണി ദേ ഇയാളെ അറിയുമോ? ഒന്ന് നോക്കിക്കേ. ഇത് പറഞ്ഞുകൊണ്ട് തമ്പിയുടെ ഫോട്ടോ രാധാമണിയെ കാണിക്കുന്നുണ്ട്. രാധാമണി ആ ഫോട്ടോയിലേക്കൊന്ന് നോക്കുന്നു. പക്ഷേ ഒരു പ്രതികരണവുമില്ല. അപ്പോൾ മേരിയമ്മ പറയുകയാണ്: ദേ ഇതാണ് തമ്പി. ഇയാളാണ് രാധാമണിയുടെ മാനം കവർന്ന ദുഷ്ടൻ. നോക്ക് രാധാമണി, ഇത് തമ്പിയല്ലേ? അന്ന് രാധാമണി ഗർഭിണിയായിരിക്കുമ്പോൾ ഈ ദുഷ്ടൻ രാധാമണിയുടെ ഒരു ഫോട്ടോയുമായി ഓർഫനേജിൽ വന്നു. ഇയാളെ കണ്ടിട്ട് രാധാമണി ഭയന്നോടി. ഈ ദുഷ്ടൻ കാരണമാണ് രാധാമണിയുടെ അച്ഛന് കെട്ടിത്തൂങ്ങി മരിക്കേണ്ടി വന്നത്. ഇത്രയൊക്കെ മേരിയമ്മ പറയുന്നത് കേട്ടിട്ടും രാധാമണിയിൽ യാതൊരു ഭാവമാറ്റവുമില്ല. വളരെ നിരാശയോടുകൂടി ആ ഫോട്ടോയുമായിട്ട് മേരിയമ്മയും മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന പരീക്ഷണങ്ങളെല്ലാം പരാജയപ്പെട്ടു എന്നുള്ള തിരിച്ചറിവിൽ ഒരു വലിയ ഷോക്കിലിരിക്കുകയാണ് ഇപ്പോൾ ജാനകിയും അബിയും. തുടർന്ന് അബി ഡോക്ടറോട് പറയുകയാണ്: വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നത്, പക്ഷേ ഒന്നും സംഭവിക്കാതെ പോയി. നിരാശയായി പോയല്ലോ. അപ്പോൾ ഡോക്ടർ പറയുകയാണ്: മെമ്മറി തിരിച്ചു പിടിക്കുവാനുള്ള ശ്രമം കൊണ്ട് കാര്യമായി പുരോഗതി ഒന്നും ഉണ്ടാവില്ല. പഴയ കാലം അവരുടെ ഓർമ്മയിലില്ല. ഇല്ലാത്തൊരു കാലം നമുക്ക് എങ്ങനെയാണ് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക? അവരിപ്പോൾ കാണുന്ന പരിചിതമായ മുഖങ്ങൾ മാത്രമേ അവരുടെ മുൻപിലുള്ളൂ. ഒരു ഓർഫണേജിൽ ജീവിക്കുന്നവർ തമ്മിൽ അങ്ങനെ ബന്ധങ്ങളുടെ ആഴമറിയേണ്ട ആവശ്യമുണ്ടോ? ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഇല്ലാത്തൊരു ജീവിതം, അത്തരമൊരു ജീവിതത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതെ, ബന്ധുക്കൾ എന്ന വികാരം പോലുമില്ലാതെ. എന്നാൽ സ്നേഹം തരുന്നവരെ അറിയാം. കുട്ടികളോട് വാത്സല്യവുമുണ്ട്. അതുകൊണ്ടാണ് അവരെ കാണാതെ വരുമ്പോൾ നാലുപാടും പരതി നോക്കുന്നത്. പക്ഷേ എവിടെയോ വെച്ച് നിലച്ചുപോയ ആ ശബ്ദത്തെപ്പറ്റി അവർ ഓർക്കുന്നില്ല. അപ്പോൾ അബി പറയുന്നുണ്ട്: ഒരു നിലവിളിയിലാണ് ആ ശബ്ദം അവസാനിച്ചു പോയത്. അതുകൊണ്ടാണ് ശബ്ദങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുന്നത്. പൊന്നു പേടിച്ച് കരഞ്ഞപ്പോഴെങ്കിലും അമ്മ ചെവി കൊടുക്കേണ്ടതല്ലേ? അപ്പോൾ ഭയമെന്ന ഒരു വികാരം പോലും അമ്മയുടെ മനസ്സിലില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഡോക്ടർ: ഭയമില്ലെന്ന് മാത്രമല്ല ബി, വേദനകളുമില്ല. ഭ്രാന്ത് എന്നുള്ള അവസ്ഥ പിന്നീട് സംഭവിച്ചതാണ് അവർക്ക്. ഇതൊരു കോംപ്ലിക്കേഷനായ സിറ്റുവേഷനാണ്. ഇതെല്ലാം കേട്ട് വിതുമ്പി കരഞ്ഞുകൊണ്ടിരുന്ന ജാനകി അപ്പോൾ ചോദിക്കുന്നുണ്ട്: ഇനി ഞാൻ എന്താണ് മാഡം ചെയ്യേണ്ടത്? ഇനി ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് പ്രത്യേകിച്ചൊന്നും ഫലം കാണാൻ പോകുന്നില്ല. ഇതിനപ്പുറം ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. ഒരു പക്ഷേ ജീവിതത്തിൽ മിറാക്കിൾ എന്ന് പറയുന്നത് പോലെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് വരാം. ഒന്നും നമ്മൾ തീരുമാനിക്കുന്നത് പോലെ അല്ലല്ലോ. പക്ഷേ അങ്ങനെയൊരു സാധ്യത ഞാനിപ്പോൾ കാണുന്നില്ല. അപ്പോൾ ശരി, നിങ്ങൾ അമ്മയെ കൂട്ടിക്കൊണ്ടു പൊക്കോളൂ.
ഡോക്ടറുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചതുപോലെ ജാനകി അങ്ങനെ ഏങ്ങിക്കരയുകയാണ്. തുടർന്ന് ഡോക്ടറുടെ മുറിയിൽ നിന്നും ജാനകി കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി ഓടുന്നു. ഏയ് ജാനകി എന്ന് അഭി പിറകിന് വിളിച്ചിട്ടും അത് കേൾക്കാതെ അമ്മയുടെ അരികിലേക്ക് ഓടിപ്പോവുകയാണ് ജാനകി. തുടർന്ന് പുറത്ത് മേരിയമ്മയും രാധാമണിയും ഇരിക്കുന്നിടത്തേക്ക് ഓടിച്ചെന്നിട്ട് അമ്മയെ കടന്നു പിടിക്കുകയാണ് ജാനകി. തുടർന്ന് രാധാമണിയുടെ മുഖത്തേക്ക് നോക്കി ജാനകി പരിസരം മറന്ന് പൊട്ടിത്തെറിക്കുകയാണ്. നിങ്ങൾക്കറിയില്ല അല്ലേ ഞാൻ ആരാണെന്ന്? പറ, ഞാൻ ആരാ നിങ്ങൾക്ക്? നിങ്ങളുടെ ആരെങ്കിലും ആണോ ഞാൻ? എന്തിന് ഞാൻ നിങ്ങളെ ശരണാലയത്തിൽ വന്ന് കൂട്ടിക്കൊണ്ടുവരണം? എനിക്കെന്താ അങ്ങനെ വല്ല നേർച്ചയുമുണ്ടോ? എൻ്റെ ഭർത്താവിനെയും കുഞ്ഞിനെയും വീട്ടിലാക്കിയിട്ട് ഞാൻ നിങ്ങൾക്കൊപ്പം വന്ന് താമസിക്കുന്നു. നിങ്ങൾ എനിക്ക് ആരുമല്ലെങ്കിൽ പിന്നെ എന്തിന് ഞാനിതൊക്കെ ചെയ്യണം? തുടർന്ന് ജാനകി തൻ്റെ ഇരു കൈകളും എടുത്ത് രാധാമണിയുടെ കവളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, നിങ്ങൾ എന്നോട് മറുപടി പറയണം. എന്തിന് ഞാനിതൊക്കെ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി? നിങ്ങൾ എൻ്റെ അമ്മയായതുകൊണ്ടല്ലേ? അമ്മയുടെ മകളാണ് ഞാൻ. ഇത് കണ്ടുകൊണ്ട് അബിയും മേരിയമ്മയും അങ്ങനെ നിറകണ്ണുകളോടുകൂടി നിൽക്കുകയാണ്. അമ്മേ, എന്നെ ഒന്ന് തിരിച്ചറിയമ്മേ. എന്തിനമ്മേ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? എന്തിനാണ് എന്നെ ഇങ്ങനെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? മോളെ എന്നുള്ളൊരു വിളി കേൾക്കുവാൻ കൊതിക്കുന്നവളല്ലേ ഞാൻ? അമ്മേ, അമ്മ എന്നെ ഉപേക്ഷിച്ചു പോയി. ആരോരുമില്ലാതെ ഞാൻ അനാഥാലയത്തിൽ വളർന്നു. പഠിക്കുന്ന കാലത്ത് കൂടെ പഠിക്കുന്ന കുട്ടികളുടെ അച്ഛനും അമ്മയും ഒക്കെ അവർക്ക് വാത്സല്യം കൊടുത്ത് അവരോടൊപ്പം സ്കൂളിൽ വരുമ്പോൾ അതെല്ലാം കണ്ണുനീരോടുകൂടി നോക്കി നിന്ന് കാണേണ്ട ഒരു ബാല്യം എനിക്കുണ്ടായി. അച്ഛനൊന്നും വേണ്ട, പക്ഷെ എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. ഭർത്താവുള്ളത് കൊണ്ടും മകളുള്ളത് കൊണ്ടും അനാഥയെന്ന് അവരെനിക്ക് ചാർത്തി തന്ന ആ പേര് മാറിപ്പോവില്ല. അതറിഞ്ഞവളാണ് ഞാൻ. എനിക്കെൻ്റെ അമ്മയെ കിട്ടി, എന്നെ പ്രസവിച്ച അമ്മ. പക്ഷേ ആ എൻ്റെ അമ്മ എന്നോട് ഒരു നീതിയും ഇപ്പോൾ കാണിക്കുന്നില്ല. സ്വന്തം മോളെ അമ്മ മനസ്സിലാക്കുന്നില്ല. എന്നെ വീണ്ടും വീണ്ടും അമ്മ അനാഥയാക്കുകയാണ്. അമ്മേ, എന്തിനമ്മേ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ഇത് പറഞ്ഞ് രാധാമണിയുടെ മാർവിലേക്ക് തലയമർത്തി പിടിച്ചുകൊണ്ട് ജാനകി പൊട്ടിക്കരയുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് നിറകണ്ണുകളോടെ മേരിയമ്മ മോളെ എന്ന് വിളിക്കുമ്പോൾ ജാനകി തല ഉയർത്തി വീണ്ടും പറയുകയാണ്, എന്തൊക്കെ ഓർമ്മക്കുറവുകൾ വന്നാലും ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറി നടന്ന ആ കാലം ഒരമ്മയ്ക്കും മറക്കാൻ കഴിയില്ല. നൊന്തുപെറ്റൊരു വേദന ഇനി മറ്റൊരു ജന്മത്തിലേക്ക് എത്തിയാലും മുൻജന്മ ഓർമ്മയായി ഒരു സ്ത്രീയിലുണ്ടാവില്ലേ? അച്ഛൻ്റെ ആത്മഹത്യ കഴിഞ്ഞ് ഗർഭിണിയായിട്ടല്ലേ അമ്മ ഓർഫനേജിൽ വന്നത്? അവിടെ വച്ചല്ലേ മേരിയമ്മയെ കണ്ടത്? ഈ മേരിയമ്മയെ മറക്കുവാൻ അമ്മയ്ക്ക് എങ്ങനെ കഴിയും? രാധാമണി എന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം മകളെ പോലെയല്ലേ ഇവർ അമ്മയെ നോക്കിയത്? അമ്മയുടെ മനോനില തെറ്റിയത് തമ്പിയെ കണ്ടിട്ടല്ലേ? അതുവരെയെങ്കിലും അമ്മയ്ക്ക് ഓർക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അതോ ഓർക്കാൻ താല്പര്യമില്ലാഞ്ഞിട്ടാണോ? എനിക്കത് അറിയണം. ഇത്രയും ദിവസം അമ്മയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ച എനിക്കത് അറിയണം. പറയാനല്ലേ പറഞ്ഞത്? എനിക്കത് അറിയണം. ഇത് പറഞ്ഞുകൊണ്ട് ജാനകി തൻ്റെ അമ്മയെ പിടിച്ചു ഉലയ്ക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് ജാനകിയെ അഭി പിറകിൽ നിന്നും പിടിച്ച് പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. വിടപിയേട്ട, എനിക്ക് ഇപ്പോൾ അറിയണം, എനിക്കെല്ലാം അറിയണം. അമ്മേ പറയമ്മേ, എന്നോട് പറയമ്മേ എന്ന് പറഞ്ഞ് വീണ്ടും ജാനകി വയലൻ്റ് ആവുകയാണ്. അപ്പോൾ അഭി ജാനകിയെ ബലമായിട്ട് രാധാമണിയുടെ മുൻപിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട്. അഭിയേട്ട, എനിക്ക് എല്ലാത്തിനും മറുപടി കേൾക്കണം. ജാനകി, നീയൊന്ന് അടങ്ങ്. എന്നെ അറിയാതെ പോകാനുള്ള കാരണം എന്താണെന്ന് എനിക്ക് കേൾക്കണം അഭിയേട്ട. ഇത് പറഞ്ഞുകൊണ്ട് ജാനകി വീണ്ടും പൊട്ടിത്തെറിക്കുകയാണ്. അപ്പോൾ അഭി മേരിയമ്മയോട് പറയുകയാണ്, മേരിയമ്മേ, അമ്മയെ കൂട്ടിക്കൊണ്ടുപോ. ജാനകി, നീ എൻ്റെ കൂടെ വാ. ഞാൻ വരില്ല അഭിയേട്ട. വരാനല്ലേ പറഞ്ഞത്? ഞാൻ വരില്ല അഭിയേട്ട, എന്നെ വിട്. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല. അമ്മ എന്നോട് പറയാതെ ഞാൻ വരില്ല അഭിയേട്ട. ജാനകി, ഇത് ഹോസ്പിറ്റലാ. നിന്നോട് എൻ്റെ കൂടെ വരാനാണ് ഞാൻ പറഞ്ഞത്. അഭിയേട്ട, എന്നെ വിട്, ഞാൻ വരില്ല. അഭി വീണ്ടും വരാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുമ്പോൾ അഭിയുടെ മാർവിലേക്ക് വീണ് ജാനകി പൊട്ടിക്കരയുകയാണ്. ഇതെല്ലാം സംഭവിക്കുമ്പോഴും ഒന്നും കാണാത്തതുപോലെ, ഒന്നും അറിയാത്തതുപോലെ, യാതൊരു ഭാവഭേദവുമില്ലാതെ രാധാമണി ശില കണക്കെയിരിക്കുകയാണ്. ഈ സമയത്ത് രാധാമണിയുടെ കവളിൽ മെല്ലെ കൈകൊണ്ട് തഴുകിക്കൊണ്ട് മേരിയമ്മ ചോദിക്കുന്നുണ്ട്, രാധാമണി, എന്തെങ്കിലും ഒരക്ഷരം ഉരിയാടിക്കൂടെ രാധാമണി? തുടർന്ന് അവിടെ നിന്ന് ജാനകിയെ പിടിച്ചുകൊണ്ട് അഭി പുറത്തേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, ജാനകി, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞത് നീയും കേട്ടതല്ലേ? അവർ മനഃപൂർവ്വമല്ല ഇങ്ങനെയൊന്നും ചെയ്യുന്നത്. അവർക്കൊന്നും ഓർമ്മയില്ല. ഓർമ്മകളില്ലാത്ത ഒരാൾ എങ്ങനെയാണ് നിനക്ക് വേണ്ടിയെല്ലാം ഓർത്തെടുക്കുന്നത്? ഇനി ഇവിടെ ട്രീറ്റ്മെന്റ് ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അത് തന്നെയാണ് എൻ്റെയും തീരുമാനം. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥലം വിട്ടു പോവുകയാണ്. ഇത് കേട്ടുകൊണ്ട് ഒരു ഞെട്ടലോടെ ജാനകി അഭിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ജാനകി, ഇനി നീ പ്രതീക്ഷ വെക്കണ്ട. നമുക്ക് അമ്മയുമായിട്ട് തിരിച്ചു പോകാം. അഭിയേട്ടാ, എനിക്ക് ഈ യാത്ര പാതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു പോകാൻ പറ്റില്ല. നിനക്ക് എന്താ ജാനകി സംഭവിച്ചത്? നീ എന്നെ വെറുതെ കൺഫ്യൂഷനാക്കല്ലേ. അഭിയേട്ടന് ഒരു കൺഫ്യൂഷനും വേണ്ട. എനിക്കിനി ഇതൊരു ഫൈറ്റാണ്.
അമ്മ എന്നെ മോളെ എന്ന് വിളിക്കുവാൻ ഞാൻ കൊതിച്ചത് ഒരമ്മയുടെ വാത്സല്യം കൊതിച്ചായിരുന്നു. അത് നടക്കില്ലെങ്കിൽ എൻ്റെ മാത്രം നഷ്ടമായി ഞാൻ കരുതിക്കോളാം. പക്ഷേ എൻ്റെ അമ്മയെ ദ്രോഹിച്ചവനെ അവനെ ഞാൻ വെറുതെ വിടില്ല. ഇനി ഞാൻ നീങ്ങാൻ പോകുന്നത് ആ നരാധമന് നേരെയാണ്. പിൻപിൽ നിന്നല്ല, മുൻപിൽ നിന്നുകൊണ്ട് തന്നെ. അമ്മയുടെ വാത്സല്യം വേണ്ടെന്ന് വെച്ചിട്ട് മകളുടെ കടമയിലേക്ക് ജാനകി കടക്കുകയാണ്. എൻ്റെ അമ്മയുടെ ജീവിതം ദുരന്തമാക്കി തീർത്ത തമ്പിയെ കൊണ്ട് മുഖാമുഖം നിന്ന് ഞാൻ കണക്ക് പറയിപ്പിക്കും. ഒന്നും അവസാനിച്ചിട്ടില്ല അബിയേട്ടാ, ഈ ജാനകി തുടങ്ങിയിട്ടേ ഉള്ളൂ എല്ലാം. ഇത്രയും പറഞ്ഞിട്ട് ജാനകി വേഗം അവിടുന്ന് നടന്നകലുകയാണ്. തുടർന്ന് കാണുന്നത് നകുലനൊപ്പം ജാനകി അന്വേഷിച്ചിറങ്ങിയ ആ ഡ്രൈവറെയാണ്. ഡ്രൈവറുടെ മുഖത്ത് ആഞ്ഞടിച്ചുകൊണ്ട് നരേന്ദ്രൻ ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ജാനകിയുടെ കൺവെട്ടത്ത് അവനെ കൊണ്ടുപോകരുതെന്ന്? പക്ഷെ നീ എൻ്റെ വാക്ക് പാലിച്ചില്ല. ഞാൻ എന്ത് ചെയ്യാനാ സാർ? നകുലേട്ടൻ കാറിലിരുന്നു കൊണ്ട് ജാനകിയെ കണ്ടു. അവളുടെ പിന്നാലെ പുറപ്പെട്ടപ്പോൾ നീ എന്തുകൊണ്ടാണ് എന്നെ വിളിച്ച് കാര്യങ്ങൾ പറയാൻ തയ്യാറാകാതിരുന്നത്? അവൾ എവിടെ ജീവിക്കുന്നു, ആരുടെ കൂടെ ജീവിക്കുന്നു, ഇതൊക്കെ നീ എന്തുകൊണ്ടാണ് അന്വേഷിക്കാൻ തയ്യാറാകാതിരുന്നത്? നീ അത് ചെയ്തില്ല. പകരം വേട്ടക്കിറങ്ങി. പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു പരാതിയുമായി ചെന്നപ്പോൾ CI കോശിയിൽ നിന്നും ഞാനൊരു വിവരമറിഞ്ഞു. ജാനകി ഇപ്പോൾ പിടിച്ചാൽ പിടികിട്ടുന്ന കൊമ്പിലല്ല. സൂര്യപ്രഭ ഓർഗനൈസേഷന്റെ MD സൂര്യനാരായണന്റെ മരുമകളാണ് ജാനകി ഇപ്പോൾ. അഭിറാമാണ് അവളുടെ ഭർത്താവ്. അവന്റെ കയ്യിൽ നിന്നാണ് നീ അടി വാങ്ങിക്കൂട്ടിയത്. നിനക്കറിയില്ല സൂര്യനാരായണന്റെ മക്കളെ പറ്റി. ഒരു പെണ്ണിന്റെ പേരിൽ നരേന്ദ്രൻ പടവിടൻ പടുത്തുയർത്തിയ സാമ്രാജ്യം തകർത്ത് കളയാൻ ഞാൻ ഒരുക്കമല്ല. സാർ എന്നോട് ക്ഷമിക്കണം. ക്ഷമ കേട്ട ശീലം എനിക്കില്ല. ക്ഷമിക്കുന്നവൻ പോകുന്നത് പാതാളത്തിലേക്കാണ്. അതുകൊണ്ട് ഇനി നകുലന്റെ കൂടെ നീ വേണ്ട. അയ്യോ സാറേ, അതെ, നിന്റെ ആവശ്യം ഇനിയില്ലെന്ന് പറഞ്ഞില്ലേ, ഇറങ്ങിപ്പോടാ. ഇത് കേട്ടുകൊണ്ട് അയാൾ അവിടുന്ന് പോവുകയാണ്. ആ സമയത്ത് തന്നെ നകുലൻ അവിടേക്ക് കയറി വരുന്നുണ്ട്. നകുലൻ നരേന്ദ്രനോട് ചോദിക്കുകയാണ്, അവളെപ്പറ്റി എല്ലാം അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായടാ? അവൾ എവിടെയാ താമസിക്കുന്നത്? അവളുടെ കൂടെയുള്ളത് അവളുടെ ഭർത്താവാണോ? എങ്കിൽ ഞാൻ അതങ്ങ് ക്ഷമിക്കും. നകുല, ഞാൻ അവളുടെ പിന്നാലെ തന്നെയുണ്ട്. ജാനകി എവിടെയാണെന്ന് ഒരു വിവരവും ഇതുവരെ കിട്ടിയിട്ടില്ല. ഞാൻ ഗിരിയോട് അതിനെപ്പറ്റി പറയുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് അവൾ പോയില്ലേ? അവിടെ അവൾ കംപ്ലൈന്റ് കൊടുക്കാനാണ് പോയത്. അവളുടെ വിലാസം അവിടെയുണ്ട്. വിളിക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്ക്. വിളിക്ക് നരേന്ദ്ര. എനിക്ക് അവളുടെ അഡ്രസ്സും ഫോൺ നമ്പരും ഇപ്പോൾ തന്നെ വേണം. നകുല, ഞാൻ കോശിയെ വിളിച്ചിട്ടില്ലെന്നാണോ നീ കരുതുന്നത്? അവൾ പരാതി കൊടുത്തിട്ടില്ല. ആരാ നിന്നോട് പറഞ്ഞത് അവൾ പരാതി കൊടുക്കാൻ പോയതാണെന്ന്? നീ കോശിയെ വിളിച്ച് ചോദിക്കേ. അവിടെ അങ്ങനെ ഒരു പരാതിയുമായിട്ട് ആരും ചെന്നിട്ടില്ല. എന്തായാലും നിന്റെ സംശയം മാറട്ടെ, നീ വിളിക്ക്. നിന്നെയൊക്കെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഞാൻ നോക്കിക്കോളാം. എനിക്കറിയാം ഏതു വഴി പോകണമെന്ന്. ഇത് പറഞ്ഞ് നകുലൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. പിന്നീട് കാണുന്നത് ഹണി റോസിന്റെ മുൻപിലേക്ക് അജയ് ചെല്ലുന്ന കാഴ്ചയാണ്. അജയ് ഭയങ്കര ദേഷ്യത്തോടെയാണ് ചെല്ലുന്നത്. അജയ് ചോദിക്കുകയാണ്, ഇന്നലെ നീ എൻ്റെ വീട്ടിലേക്ക് പോയ കാര്യം നീ എന്നോട് മറച്ചു വെച്ചു അല്ലേ? അല്ല, അജയെ കാണാൻ അജയുടെ വീട്ടിലല്ലാതെ പിന്നെ ഞാൻ എവിടേക്കാണ് പോകേണ്ടത്? അതൊരു തെറ്റായൊന്നും എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് അതൊരു സംസാര വിഷയമാക്കാതിരുന്നത്. നീ ആരാണെന്ന് അപർണയ്ക്ക് മനസ്സിലായി. അത് ശരി, അപർണയ്ക്ക് ഞാൻ ആരാണെന്നാണ് അജയ് മനസ്സിലാക്കി കൊടുത്തിട്ടുള്ളത്? പറ, അത് ഞാനും കൂടി അറിയട്ടെ. എന്തടി നിന്റെ ഭാവം? എന്തിനാണ് നീ നിരഞ്ജനയെ കാണാൻ ശ്രമിക്കുന്നത്? ഇന്നലെ രാത്രിയിൽ നീ അവളെ പുറത്തേക്ക് വിളിച്ചു. അപ്പോൾ ഹണി റോസിന്റെ കൂടെയുള്ള മരിയ പറയുകയാണ്, നീ സംസാരിക്കു റോസേ. ഇങ്ങനെ രണ്ടു വള്ളത്തിൽ കാലുവെച്ചുള്ള യാത്ര വേണ്ട. ഇനി നീ എല്ലാ കാര്യങ്ങളും നിരഞ്ജനയോട് തുറന്നു പറയാൻ വേണ്ടിയാണോ പോകുന്നത്? അതെ, അജയെ വിട്ടുകിട്ടുവാൻ അതല്ലാതെ വേറെ മാർഗങ്ങളൊന്നുമില്ലല്ലോ. അജയെ വിശ്വസിച്ചാണ് ഞാൻ പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങിയത്. അജയ് കൂടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പും തന്നു. അപ്പോൾ മരിയ പറയുകയാ, അവൾ പറഞ്ഞതേ വെറും പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ കാര്യം മാത്രമല്ല. പെട്ടെന്ന് മരിയയ്ക്ക് നേരെ അജയ് പൊട്ടിത്തെറിക്കുകയാണ്. ദേ, നിങ്ങൾ ഇനി സംസാരിച്ചാൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോവേ. നിനക്ക് ഒന്നിനും കഴിയില്ലടാ. എല്ലാം അവസാനിപ്പിച്ച് നീ കൂടെ വരാൻ നോക്ക്. അത് കേട്ട് പകച്ചു നിൽക്കുന്ന അജയുടെ മുഖത്ത് നോക്കി ഹണി റോസ് ചോദിക്കുകയാണ്, എന്താണ്, നിരഞ്ജനയെ കൈവിടാൻ അജയ് തയ്യാറല്ലേ? അല്ല, നിന്റെ അറിവോടെയാണ് ഞാൻ അവളെ വിവാഹം കഴിച്ചത്. നിനക്ക് എൻ്റെ കൂടെ പൊറുക്കണമെന്ന് ഒരു സമയത്തും നീ എന്നോട് പറഞ്ഞിട്ടില്ല. ആ ഒരു വാക്കിന്റെ പുറത്താണ് ഞാൻ വിവാഹത്തിന് തയ്യാറായത്. നിരഞ്ജന എൻ്റെ ഭാര്യയാണ്. അവളുടെ ജീവിതം തകർന്നു പോകുന്നതൊന്നും ഞാൻ ചെയ്യില്ല. അവളെ ഞാൻ വേണ്ടെന്നും വെക്കില്ല. ഓഹോ, അത്രത്തോളമുണ്ട് അവളോടുള്ള നിന്റെ പ്രണയം അല്ലേ? അതേടി, അവൾ എനിക്ക് ജീവനാണ്. ഉടനെ മരിയ, നീ കേട്ടല്ലോ, ഇവന്റെ കൂടെ ജീവിക്കാമെന്നുള്ള മോഹമുണ്ടല്ലോ, അത് നീ അങ്ങ് വിട്ടേക്ക്. അപ്പോൾ അജയ്, ഹണി, നമുക്ക് നല്ല ഫ്രണ്ട്സ് ആയിരിക്കാം, ബിസിനസ്സുമായി മുൻപോട്ട് പോകാം. അതിന് എന്ത് തടസ്സമാണുള്ളത്?
ഞാൻ അതിന് തയ്യാറല്ലെങ്കിലോ? നിന്നെ രക്ഷപ്പെടുത്തിയിട്ട് ഞാൻ എന്തിന് സായുജ്യമടയണം? അതിന് നീ എൻ്റെ ആരാ? എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാം. നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി. അപ്പോൾ മരിയ പറയുന്നുണ്ട്, ഇനി പവൻകുമാറുമായിട്ടുള്ള ഇടപാടുകൾ അത് നിങ്ങൾ തമ്മിൽ തന്നെ മതി. പവൻകുമാറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പണം അത് എൻ്റെയും നിന്റെയും കൂടി ജോയിന്റ് അക്കൗണ്ടിലാണുള്ളത്. അത് വിഡ്രോ ചെയ്യണം, ഉടനെ അത് വേണം. എൻ്റെ ബാധ്യതകൾ എനിക്ക് തീർക്കണം. അജയുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ഹണിറോസ് അജയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. തുടർന്ന് കാണുന്നത് നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയാണ്. ജാനകി അബിയോട് പറയുകയാണ്, തമ്പിക്കെതിരെ ഞാൻ കേസ് കൊടുക്കാൻ പോവുകയാണ്. കേസിനോ? എങ്ങനെ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ കേസ് കൊടുക്കും. ജാനകി, വായി തുറക്കാതിരിക്കുന്ന അമ്മയെ എങ്ങനെ വിസ്തരിക്കും? അയാളല്ലേ അമ്മയെ ഈ നിലയിൽ എത്തിച്ചത്. കേസിന്റെ കാര്യം എന്താണെന്ന് കോടതിക്ക് ബോധ്യമാവും. അല്ല, അതായിക്കോട്ടെ ജാനകി, പക്ഷേ ഇതിൽ നിന്റെ റോൾ എന്താണ്? അമ്മയുടെ മകളായിട്ടാണോ? അതാണ് എനിക്കറിയേണ്ടത്. തുടർന്ന് കാണുന്നത് വല്ലാത്തൊരു പരവേശത്തോടു കൂടി വിശ്വനാഥൻ തമ്പി അപർണയോട് സംസാരിക്കുകയാണ്. എടി മോളെ, ജാനകി അവളുടെ അമ്മയുടെ പിന്നാലെയല്ല, നിന്റെ അച്ഛൻ്റെ പിന്നാലെയാണ്. അച്ഛനൊന്നും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞേ. ജാനകിയും അബിയും കൂടി എവിടുന്നോ ഒരു സ്ത്രീയെ കണ്ടുപിടിച്ചു. 10 ലക്ഷമാണ് അവൾക്ക് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇത് കേട്ടുകൊണ്ട് അപർണ നടുങ്ങി നിൽക്കുന്ന കാഴ്ചയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും, അപ്പോൾ തന്നെ ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് ഓർപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണും വരേക്കും ബൈ ബൈ.